പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും. ഈ നിമിഷങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലനായി വചനം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ്. കർത്താവിനെ തേടുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം എപ്രകാരമാണ് കാണുന്നത് എന്ന് തിരുവചന പ്രകാരം പഠിക്കുക ഉചിതമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ വ്യക്തി ആ ദേശത്ത് വെച്ച് ഏറ്റവും അധികം മാർക്ക് വാങ്ങി പാസ്സായ ഒരു കുട്ടിയാണ്. റാങ്കിന് അടുത്ത മാർക്കോടുകൂടി പാസ്സായ കുട്ടി ഉയർന്ന ഒരു ഇന്ത്യയിൽ തന്നെ മികവ് പുലർത്തുന്ന ഒരു കോളേജിൽ നല്ല നിലവാരത്തിൽ വീണ്ടും കോളേജ് പഠനം പൂർത്തിയാക്കി. നേഴ്സിങ്ങിന് ചേർന്ന് നേഴ്സിംഗ് പഠനവും നന്നായി പൂർത്തിയാക്കി. അങ്ങനെ മികവുറ്റ
റെക്കോർഡുകളോടുകൂടെ നിൽക്കുകയാണ്. എന്നാൽ ആ വ്യക്തിക്ക് ജോലി മേഖലകളിൽ ഒരു ഉയർച്ചയും ലഭിക്കുന്നില്ല. അദ്ദേഹം അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ജോലി സംബന്ധമായ എന്ത് കാര്യങ്ങൾക്ക് പുറപ്പെട്ടാലും ഒന്നിനു പിറകെ ഒന്നായി തടസ്സങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവ പൈതലിനോട് മറ്റൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, നീ പഠനത്തിൽ മിടുക്കിയായിരിക്കാം, നീ ബുദ്ധിശക്തിയിൽ മിടുക്കിയായിരിക്കാം, നിനക്ക് ഒത്തിരി റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കാം, എന്നാൽ ഇതിലല്ല നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നത്. ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത്. ദൈവത്തെ ഭയന്ന്, ദൈവഭയത്തോടെ, ദൈവവിചാരത്തോടെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് ദൈവത്തെ തേടുന്നൊരു പൈതലാണോ എങ്കിൽ നിനക്ക് നിശ്ചയമായും അനുഗ്രഹമുണ്ട് എന്ന് ആ പൈതലിനോട് ഒരു വ്യക്തി അറിയിച്ചു. ആ ദൂത് കേട്ട് ആ ദൈവ പൈതൽ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് കർത്താവിനെ ആരാധിച്ചു. അദ്ദേഹം 4 വർഷമായി ഒരുപാട് റെക്കോർഡുകളോടും ഒരുപാട് ക്വാളിഫിക്കേഷൻ്റെ തെളിവുകളോടും കൂടെ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു. എന്നാൽ അമേരിക്കയിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കുമുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും ഒന്നിനു പുറകെ ഒന്നായി അടഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തെ ആരാധിച്ച് ഇന്ന് വരെയുള്ള പാപത്തെക്കുറിച്ച് അനുതപിച്ച് കർത്താവിൻ്റെ വഴികളിലേക്ക് ആ പൈതൽ തിരിഞ്ഞത്. ആ പൈതൽ ദൈവത്തെ ആരാധിച്ച് പാപപേക്ഷിച്ച് ദൈവത്തിൻ്റെ മകളായി മാറിയതോടുകൂടെ ആ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ കാണുമാറായി. 1 മാസത്തിനുള്ളിൽ തന്നെ അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറുകയും ആ വ്യക്തി അമേരിക്കയിൽ ജോലിയിൽ പ്രവേശിക്കുകയും കുടുംബം ഒന്നിച്ച് അമേരിക്കയിൽ താമസിക്കാനും അവിടെ വർക്ക് ചെയ്യാനുമുള്ള എല്ലാ കാര്യങ്ങളും ശരിയാകുകയും ചെയ്തു. അമേരിക്കയിൽ ചെന്നതിന് ശേഷം ആ വ്യക്തി എഴുതി അറിയിച്ച കാര്യമാണ് ഇപ്പോൾ നിങ്ങളെ അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞു, 4 വർഷമായി എനിക്ക് ജോലി സംബന്ധമായ ഉയർച്ചയില്ലാതെ അമേരിക്കയിലോ സ്വിറ്റ്സർലൻഡിലോ പോകാനുള്ള പരിശ്രമങ്ങളെല്ലാം തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സെഗിയോനിൽ ആരാധിച്ച് എൻ്റെ ആദ്യ ശമ്പളത്തിൽ നിന്ന് 1000 രൂപ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി കൊടുക്കാമെന്ന് നേരുകയും എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു പൂർണ്ണ കുമ്പസാരം നടത്തുകയും ചെയ്തു. എൻ്റെ അമേരിക്കയിലേക്കുള്ള യാത്രാ തടസ്സങ്ങൾ മാറുകയും അമേരിക്കയിലേക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ വിചാരിക്കും ഇത് ബൈ ചാൻസിൽ സംഭവിച്ചുവെന്ന്. തെറ്റായൊരു ബോധ്യമാണത്. യെശയ്യായുടെ പുസ്തകത്തിൽ 58-ാമത്തെ അധ്യായത്തിൽ ദൈവം ഇപ്രകാരം ദൈവമക്കൾക്ക് വെളിപാട് കൊടുക്കുന്നുണ്ട്. നീ നിന്റെ പാപത്തിൻ്റെ കെട്ടുകൾ അറുക്കുകയും നീ നിന്റെ തിന്മയുടെ കോട്ടകൾ തകർക്കുകയും നീ യഥാർത്ഥത്തിൽ നിന്റെ ഹൃദയം കൊണ്ട് കർത്താവിലേക്ക് പിന്തിരിയുകയും ചെയ്താൽ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് അവിടുന്ന് വേഗം മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി നീ ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ വഴികളിലൂടെ നീ യാത്ര ചെയ്താൽ മകനെ, മകളെ, നിന്റെ പ്രഭാതം വേഗം പൊട്ടിവിരിയും. നിന്റെ വെളിച്ചം പ്രഭാതം പോലെ നിനക്ക് വേണ്ടി പൊട്ടിവിരിയും. ദൈവത്തിൻ്റെ വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അന്ധകാരത്തിൽ നിന്റെ പ്രകാശം ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തി പൂന്തോട്ടം പോലെയും ഒരിക്കലും പറ്റാത്ത അരിവ് പോലെയും നീ സമൃദ്ധി പ്രാപിക്കും. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ നീ പുനരുദ്ധരിക്കും. നിന്റെ പുരാതനമായ കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, അധപതനങ്ങൾ, ആ മേഖലകളിൽ വന്ന വീഴ്ചകൾ, അവിടെ എല്ലാം നീ നിന്നെ തന്നെ പുനരുദ്ധരിച്ച് നീ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഉയർച്ച പ്രാപിക്കുന്ന ജീവിതത്തിലേക്ക്, ഉയർച്ച പ്രാപിക്കുന്ന ഒരു മകനായി, ഉയർച്ച പ്രാപിക്കുന്ന ഒരു മകളായി നീ മാറുമെന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ 58-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വാഗ്ദത്തം നൽകുകയാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, പാപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആർക്കെന്ത് പ്രയോജനമാണുള്ളത്? പാപത്തിന്റെ അടിമ പാപത്തിന്റെ ശമ്പളമായ മരണം അനുഭവിക്കുമെന്നല്ലാതെ ആ വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വാഗ്ദത്തം ബൈബിളിൽ ഇല്ല. എന്നാൽ പാപത്തെ വിട്ട്, തിന്മയെ വിട്ട് കർത്താവിനെ അന്വേഷിക്കുന്ന ദൈവവൈതലാണോ നീ? ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്യുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് വേഗം നിനക്ക് ഉത്തരമരുളും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും ഒരിക്കലും പറ്റാത്ത അരുവി പോലെയും അവിടുന്ന് നിന്നെ പരിചരിച്ച് വളർത്തും. അവിടുന്ന് നിന്നെ പരിചരിച്ച് വളർത്തുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ കർത്താവിനെ തേടുന്ന ഒരു പൈതലായിരിക്കണം. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 34-ാം സങ്കീർത്തനത്തിലെ 10-ാമത്തെ വാക്യം, സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വലഞ്ഞേക്കാം.
അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു വനത്തിൽ സിംഹത്തിന് ഇര കിട്ടാതിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സിംഹത്തിന് ഇര കിട്ടിയിരിക്കും. എങ്കിലും വചനം പറയുകയാണ്, സിംഹകുട്ടികൾ ഒരു പക്ഷേ ഇര കിട്ടാതെ പട്ടിണി കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. എങ്കിലും ഞാൻ നിന്നോട് പറയുന്നു, കർത്താവിനെ തേടുന്നൊരു പൈതലാണോ നീ? കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? പാപം ഉപേക്ഷിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണോ നീ? ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ വേണ്ടി ആവേശം കൊള്ളുന്ന ഒരു വ്യക്തിയാണോ നീ? എങ്കിൽ ദൈവത്തിന്റെ വചനം ഉറപ്പു തരുന്നു, നിനക്ക് ഒരു കുറവും വരാൻ കർത്താവ് അനുവദിക്കുകയില്ല. നിനക്കൊരു കുറവും വരാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഇത് കർത്താവിന്റെ വചനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിലൊരു സംഭവമുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 26-ാം അധ്യായം. അവിടെ വെറും 16 വയസ്സ് മാത്രമുള്ള ഉസിയ രാജാവായി. ഉസിയ രാജാവായപ്പോൾ അവന് 16 വയസ്സ് മാത്രമാണ് പ്രായം. എങ്കിലും അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൻ്റെ മാതാപിതാക്കളിൽ കണ്ടതുപോലെ, അവനെ ആധ്യാത്മികത അഭ്യസിപ്പിച്ച സക്കറിയ പ്രബോധിപ്പിച്ചതുപോലെ, അവൻ കർത്താവിനെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നു, അവൻ കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. കർത്താവിനെ അന്വേഷിക്കുന്ന പ്രവൃത്തി, കർത്താവിനെ അന്വേഷിക്കുന്ന ആ ജീവിതം ഐശ്വര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമാണ്. പലർക്കും ഒരു ധാരണയുണ്ട്, കർത്താവിനെ അന്വേഷിച്ചാൽ ഒരുപാട് ക്ലേശവും ഒരുപാട് കുരിശും ഒരുപാട് പട്ടിണിയും ഒരുപാട് ഞെരുക്കവും ഒരുപാട് ഭാരവും ഉണ്ടാകുമെന്ന്. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ഉസിയായുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. 16 വയസ്സ് മാത്രമുള്ളവൻ രാജാവായപ്പോൾ അവന് രാജ്യഭരണത്തെക്കുറിച്ചോ ശത്രു രാജ്യങ്ങളുടെ നീക്കങ്ങളെ എങ്ങനെ തടയിടണമെന്നതിനെ കുറിച്ചോ രാജ്യതന്ത്രജ്ഞതയെക്കുറിച്ചോ നയതന്ത്രത്തെക്കുറിച്ചോ യാതൊരു പരിജ്ഞാനവും ഇല്ലാത്ത സാഹചര്യത്തിൽ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ചുറ്റുമുള്ള രാജാക്കന്മാരെല്ലാം അവന് കീഴ്പ്പെടുത്തി കൊടുത്തു. ചുറ്റുമുള്ള ചക്രവർത്തിമാരെല്ലാം അവന് കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെ ആ പ്രദേശത്തെ ചക്രവർത്തിയായി വെറും ബാലനായ ഈ ഉസിയ മാറി. ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഇവന് കപ്പം കൊടുത്തു. കാരണം വചനം പഠിപ്പിങ്ങനെയാണ്, കർത്താവ് അത്ഭുതകരമാം വിധം അവനെ സഹായിച്ചതിനാൽ അവൻ പ്രബലനായി. കർത്താവ് അത്ഭുതകരമാം വിധം സഹായിച്ചതിനാൽ അവൻ അതിപ്രബലനായി. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ സഹായത്താൽ അവൻ പ്രാബല്യം നേടി. ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുടെ മേൽ അവന് ആധിപത്യം ഉണ്ടായി. എല്ലാ രാജ്യങ്ങളും അവന് കപ്പം കൊടുത്തു. അവൻ ബലത്തിലും ജ്ഞാനത്തിലും ശക്തിയിലും ജനതകളുടെ മുകളിൽ ഉയർന്നു നിന്നു. പ്രിയപ്പെട്ട ദൈവപൈതലേ, അതിൻ്റെ കാരണമായി ബൈബിൾ പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 26-ാം അധ്യായം 5-ാം വാക്യം, അവൻ കർത്താവിനെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. എങ്ങനെയെങ്കിലും കുറച്ചുള്ള അന്വേഷണമല്ല, നമ്മൾ ചെയ്യുന്നതുള്ളൊരു ആത്മീയ ജീവിതമല്ല അവൻ്റെ ജീവിതം. അവൻ ശ്രദ്ധാലുവായിരുന്നു. അവൻ ശ്രദ്ധയോടെ കർത്താവിനെ അന്വേഷിക്കുന്നതിൽ ഉത്സാഹത്തോടെ ഓരോ ദിവസവും കർത്താവിന് മുമ്പിൽ അവൻ ചെലവഴിച്ചു. അവനോ അവൻ്റെ ജീവിതം ആറ്റുതീരത്ത് വളരുന്ന വൃക്ഷം പോലെ തഴച്ചു വളരാൻ കർത്താവ് ഇടവരുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവവേദലേ, ജോബിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 21-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, നീ കർത്താവുമായി രമ്യതയിലാവുക, അപ്പോൾ നിനക്ക് നന്മ കൈവരും. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ കൈവരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് തിരുലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഒരു വ്യക്തി ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നു. കാസർഗോഡ് നിന്നുള്ള മുരുകൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. ആ വ്യക്തി പറഞ്ഞു, ഞാൻ 17 വർഷം ദൈവത്തെ തേടിയൊരു വ്യക്തിയാണ്. 17 വർഷം മുടക്കം കൂടാതെ ഞാൻ ദൈവത്തെ അന്വേഷിച്ചത് എൻ്റെ കഠിനമായ മദ്യപാനശീലം വിട്ടുപോകാൻ വേണ്ടിയാണ്. ഒരുപാട് വർഷങ്ങളായി എൻ്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരുന്നത് മദ്യപാനവും പലതരത്തിലുള്ള ദുർനടപ്പുമായിരുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സ് മടുത്തു. എൻ്റെ കുടുംബം കണ്ണീരിൽ ആണ്ടു. എൻ്റെ ജീവിതം ഇരുട്ടിൽ ബന്ധിക്കപ്പെട്ടു. അങ്ങനെ ഇരുട്ടിൻ്റെ തടവറയിൽ കിടക്കുമ്പോൾ ഓരോ വർഷവും ഞാൻ ആഗ്രഹിക്കും, എനിക്ക് മോചനം വേണം. അങ്ങനെ 17 തവണ ഞാൻ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് എനിക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും ഞാൻ അന്വേഷിച്ചു. എന്നാൽ ഞാൻ ഓരോ തവണയും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നു. ഞാൻ പോകും, തിരിച്ചു വരും, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യും. എൻ്റെ മദ്യപാനത്തിന് എനിക്ക് മോചനം ഉണ്ടായില്ല, എൻ്റെ പുകവലിയിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടായില്ല.
എൻ്റെ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ എനിക്ക് മോചനം ഉണ്ടായില്ല. എൻ്റെ കുടുംബത്തിൽ കണ്ണുനീരിൽ എനിക്ക് മോചനം ഉണ്ടായില്ല. സമാധാനത്തും എൻ്റെ കുടുംബത്തിൻ്റെ അസമാധാനം വിട്ടുപോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിനെ അന്വേഷിക്കാൻ എൻ്റെ അടുത്തുള്ള ഒരാൾ എനിക്ക് പ്രേരണ തന്നു. അങ്ങനെ ഞാൻ കാസർഗോഡ് ആ വ്യക്തി അവിടുന്ന് ദൈവത്തെ അന്വേഷിച്ച് ധ്യാനം കൂടിയപ്പോൾ സഖ്യോൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കർത്താവ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ബോധ്യം കൊടുത്തു. നീ നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രഭാതം പൊട്ടിവിരിയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ അന്ധകാരങ്ങൾ മാറിപ്പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ വിളിച്ചാൽ വിളിക്ക് ഉത്തരം തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ജീവിതത്തിൽ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തെ നീ ഒരുക്കുക. നീ കർത്താവിനെ അന്വേഷിക്കുന്ന ശ്രദ്ധാലുവായാൽ നിന്റെ തകർച്ചകളിൽ കർത്താവ് ഇടപെട്ട് നിനക്ക് വിടുതൽ നൽകും. അവൻ തൻ്റെ ഹൃദയത്തെ കർത്താവിനെ ഏൽപ്പിച്ചു. അവൻ തൻ്റെ ഹൃദയത്തിൽ കർത്താവിനെ പൂജിച്ചു. അവൻ കർത്താവിനെ ആരാധിച്ചു. അവൻ കർത്താവിനെ ആരാധിച്ചപ്പോൾ അവൻ്റെ 17 വർഷമായുള്ള തകർച്ചകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹം ആ കാര്യം വളരെ സന്തോഷത്തോടെ വീണ്ടും സഖ്യോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് രേഖപ്പെടുത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ കൈവരും. മറ്റൊരു വ്യക്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ധ്യാനത്തിൽ വരുമ്പോൾ 38 വർഷമായുള്ള ഭാരവുമായിട്ടാണ് ഞാൻ ധ്യാനത്തിന് വന്നത്. എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരും ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമാണ്. ഞങ്ങൾ ക്ഷമിച്ചിട്ടും അവർ ക്ഷമിച്ചില്ല. ഞങ്ങൾക്ക് നടക്കാൻ വഴി പോലും തരാതെ ഞങ്ങളുടെ വഴിയെല്ലാം കെട്ടിയടച്ച് ഇരിക്കുന്നൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൽ വെച്ച് എനിക്ക് ദൈവവചനം കിട്ടി. കർത്താവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ കൈവരും. അതിൻ പ്രകാരം എൻ്റെ ശത്രുത ഞാൻ വിട്ടുപേക്ഷിച്ചു, എൻ്റെ വെറുപ്പ് ഞാൻ വിട്ടുപേക്ഷിച്ചു, എൻ്റെ പാപം ഞാൻ വിട്ടുപേക്ഷിച്ചു, എൻ്റെ ദുഷ്ടത ഞാൻ വിട്ടുപേക്ഷിച്ചു, എൻ്റെ അന്ധകാരങ്ങൾ ഞാൻ വിട്ടുപേക്ഷിച്ചു, എൻ്റെ ദുർനടപ്പ് ഞാൻ വിട്ടുപേക്ഷിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുദപിക്കുകയും കർത്താവിനെ തേടുന്നതിൽ ഞാൻ അത്യധികം ശ്രദ്ധ വെക്കുകയും ചെയ്തു. എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. ആ വ്യക്തി രേഖപ്പെടുത്തുന്നു. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക്ക പള്ളി നാരോക്കാവ് ഇടവക അംഗമാണ്. 9/11/2003 ഞാൻ താവളം ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് വന്നിരുന്നു. ധ്യാനത്തിന് ശേഷം ഞാൻ തിരികെ വീട്ടിൽ വന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ 38 വർഷമായി എൻ്റെ സ്ഥലത്തേക്ക് വഴിയില്ലാതെ വിഷമത്തിലായിരുന്ന എനിക്ക് വഴി ലഭിച്ചു. തുറന്ന കുമ്പസാരത്തിൽ വിരോധമുള്ളവരോടെല്ലാം ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവഴികൾ പൂർണ്ണമായും വിട്ടുപേക്ഷിക്കുകയും ചെയ്ത് പൂർണ്ണ കുമ്പസാരം നടത്തി. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം തന്നു. ആ വ്യക്തി സന്തോഷത്തോടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വികാരിച്ചൻ്റെ സീൽ ഉൾപ്പെടെ നൽകിയാണ് ഈ കാര്യത്തെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ദൈവവുമായി രമ്യതയിലായി പാപം വിട്ടുപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ആവേശം കൊണ്ട് ഈ ലോകത്തിൻ്റെ തിന്മകളെ വിട്ടപ്പോൾ ഈ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലും ദൈവം ഇടപെട്ട് ആ അന്ധകാരത്തെ മാറ്റി അവർക്ക് വേണ്ടി പ്രഭാതം ഉദിക്കാൻ ദൈവം ഇടവരുത്തി. ദൈവം പറഞ്ഞു, നനച്ചു വളർന്ന പൂന്തോട്ടം പോലെയും ഒരിക്കലും പറ്റാത്ത അരുവി പോലെയും ഞാൻ നിന്നെ പരിചരിക്കും. നനച്ചു വളർത്തുന്ന പൂന്തോട്ടം പോലെയും ഒരിക്കലും പറ്റാത്ത അരുവി പോലെയും ഞാൻ നിന്നെ പരിചരിച്ച് വളർത്തും. ആ വാഗ്ദത്ത പ്രകാരം ഈ സഹോദരിയുടെ ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ദൈവം ഇടപെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയൊരു സത്യമുണ്ട്. ദൈവത്തെ തേടുന്നവർക്ക് ഉയർച്ചയുണ്ട്. ദൈവത്തെ തേടുന്നവർക്ക് അനുഗ്രഹമുണ്ട്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 34-ാം വാക്യം, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് കർത്താവ് നിന്നെ ആദരിക്കും. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, എങ്കിൽ ഭൂമി അവകാശമായി തന്ന് അവിടെ നിന്ന് നിന്നെ ആദരിക്കും. വീണ്ടും 37-ാം സങ്കീർത്തനത്തിൽ 23-ാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. സങ്കീർത്തനം 37-ാം അധ്യായത്തിൽ 27-ാം വാക്യം, തിന്മയിൽ നകന്ന് നന്മ ചെയ്യുക, നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും. പ്രിയപ്പെട്ട ദൈവപൈതലേ, ജീവിതത്തിൽ ദുർനടപ്പ് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ചീത്തയായ വഴികളിലൂടെ നടന്ന് ആരോടാണ് നീ പകരം വീട്ടുന്നത്? നീ ഇങ്ങനെ ചീത്തയെ നടന്നു വിചാരിച്ച് ആർക്കാണ് പ്രയോജനമുള്ളത്? എന്നാൽ ഒരു നിമിഷം ചിന്തിച്ച്, എൻ്റെ ദുർനടപ്പ് വിട്ട് ഞാൻ കർത്താവിനെ ആരാധിച്ച് ഞാൻ കർത്താവിൻ്റെ മാർഗത്തിൽ പിന്തിരിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുമെന്നും എൻ്റെ ജീവിതത്തിൽ അന്ധകാരം മാറി എൻ്റെ ജീവിതത്തിൽ പ്രഭാതം ഉദിക്കുമെന്നും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പരിചരിച്ച് വളർത്തുന്ന പൂന്തോട്ടം പോലെയും ഒരിക്കലും പറ്റാത്ത അരിവ് പോലെയും എൻ്റെ ജീവിതത്തെ എന്നും പുഷ്ടിയുള്ളതാക്കാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അറിഞ്ഞ്
ദൈവവുമായി സമാധാനത്തിലായി രമ്യതയിൽ കഴിയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വിളിക്കുകയാണ്. ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെച്ച് അവിടുത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നവരിൽ അവിടുന്ന് പ്രിയതനത്രേ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 32-ാം അധ്യായം പഠിപ്പിക്കുന്നു, നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. നീ തിരിച്ചു നടക്കാൻ അറിയണം. നീ ദൈവത്തിലേക്ക് നടക്കേണ്ട സമയവും കാലവും വിളിയും നീ മനസ്സിലാക്കണം. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ സമയത്ത് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ സാന്നിധ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന ആത്മാവിനെ വർഷിക്കണമേ. അങ്ങയുടെ ഹിതങ്ങൾ അറിയാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അന്ധകാരത്തിൻ്റെ തടവറകളിൽ നിന്നും മോചിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി വർഷിക്കണമേ. ദൈവത്തെ തേടുന്നതിൽ മടുപ്പ് പൂണ്ട് പ്രാർത്ഥിക്കുന്നതിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ അലോരസപ്പെട്ട് ഒന്നിനും താല്പര്യമില്ലാതെ നിസ്സംഗരായിരിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ. ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയവരെ ഇപ്പോൾ സ്പർശിക്കണമേ. ഒത്തിരി ലോകമോഹങ്ങളും ലൗകിക വികൃതയും സുഖലോലുപത നിമിത്തം കർത്താവിൽ നിന്ന് അകന്ന് പാപത്തിലും തിന്മയിലും അന്ധകാരത്തിലും ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. ദൈവത്തെ തേടുവാൻ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ആവേശം കൊള്ളുവാൻ ഓരോ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ജീവിതങ്ങൾ സ്പർശിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവിൻ്റെ ശക്തിയാൽ വലിയ മാറ്റങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ശക്തിയാൽ അജ്ഞത മാറട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ, തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. കർത്താവെ സ്തോത്രം, സ്തോത്രം. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സകലത്തെയും ഭരിക്കുന്നവനായ ദൈവം, സകലത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവ് ഇതാ ദിവ്യകാരുണ്യ രൂപനായി സകല ജനത്തെയും ഗോത്രങ്ങളെയും വംശങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ ദൈവം, ഉന്നതങ്ങളിൽ വസിക്കുന്നവൻ, കൃപാലു, സകലരുടെയും നിലവിളിക്ക് ഉത്തരം നൽകുന്നവനായ യേശു, പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നവൻ, സഭയിൽ രാജാവായി വസിച്ചുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ദൈവം ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന ഏവർക്കും ഇപ്പോൾ സ്പർശനങ്ങളും അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ അനുഭവങ്ങളും അവിടുന്ന് കരുണയോടെ നൽകുന്നല്ലോ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണിത്. മനസ്സുകൾ തുറക്കപ്പെടട്ടെ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന അരാജകത്വത്തിൻ്റെ ശക്തികൾ അവിടുന്ന് തകർത്ത് കളയണമേ. പ്രാർത്ഥനയില്ലായ്മ, വിശ്വാസമില്ലായ്മ, ഭക്തിരാഹിത്യം, ദൈവനിഷേധം, താന്തോന്നിത്തം, വഷളത്വം, പലതരത്തിലുള്ള മുരട് പിടിച്ച സ്വഭാവങ്ങളെ ഇപ്പോൾ അവിടുത്തെ തിരുരക്തം കൊണ്ട് തകർത്ത്, തിരു ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ തകർത്ത് കുടുംബങ്ങളെ അവിടുന്ന് വിടിവിക്കണമേ. കുടുംബങ്ങളെ അവിടുന്ന് വിടിവിക്കണമേ. കർത്താവേ, അങ്ങയെ തേടുന്നതിൽ ഉത്സാഹമുള്ളൊരു ജനതയെ വാർത്തെടുക്കണമേ. അങ്ങയെ തേടുന്നതിൽ അഭിമാനമുള്ളൊരു ജനതയെ വാർത്തെടുക്കണമേ. അങ്ങയുടെ അരൂപിയുടെ ശക്തി എല്ലാ വ്യക്തികളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ തന്നെ അത്ഭുതകരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ദുർബലർ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. ആത്മീയമായി തളർന്നവർ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ആത്മീയമായി പലതരത്തിലുള്ള പ്രതികൂലത്തിലും തെറ്റായ ബോധ്യങ്ങളിലും പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കർത്താവിനാൽ സ്പർശിക്കപ്പെടട്ടെ. പ്രാർത്ഥനയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും ഒരിക്കൽ കൂടെ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുത ശക്തി, കർത്താവിൻ്റെ അത്ഭുത ശക്തി ഒഴുകട്ടെ. കർത്താവിൻ്റെ അത്ഭുത ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുർനടപ്പുകളെയും അവിടുന്ന് ഇപ്പോൾ തിരുരക്തം കൊണ്ട് തകർക്കണമേ. ഇപ്പോൾ അവിടുത്തെ അരൂപി കൊണ്ട് ഹൃദയങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ തേടുന്നതിൽ അഭിമാനമുള്ള കുടുംബങ്ങളും വ്യക്തികളും ഈ ലോകത്തിൽ അങ്ങയുടെ കരുണയാൽ വീണ്ടും വീണ്ടും ഉയർന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് റോസി, മാളയിലാണ് വീട്. 2-3 വർഷമായി അടിവയറ്റിൽ ഒരു ചെറിയ തടിപ്പുണ്ടായിട്ട്, അതിപ്പോൾ ഇന്നലെ ബ്രദർ ഇവിടെ പറഞ്ഞു വയറിൻ്റെ അടിവശത്ത് തടിപ്പുള്ള ഒരു മകളെ സുഖപ്പെടുത്തിയെന്ന്. ഇന്നലെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ല. പിന്നെ കുത്തിയുള്ള ചുമയുണ്ടായിരുന്നു, അത് മാറി. എൻ്റെ തണ്ടൽ വേദനയും മാറി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവത്തിന് സ്തുതി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ എണ്ണപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്.
എന്നെ അറിയുന്നവർ കുറച്ച് പേരുണ്ട് ഇവിടെ. എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ ചേട്ടത്തിയമ്മയുണ്ട്. ഞാനിവിടെ വരുമ്പോൾ ജീവിതം ഒരു ചോദ്യചിഹ്നമായി എൻ്റെ മനസ്സിലൂടെ കിടന്നുകൊണ്ട് ഞാൻ ഇവിടെ കയറി വരികയാണ്. ഞാൻ മദ്യപിക്കും, പുകവലിക്കും, എല്ലാ ദുശ്ശീലങ്ങളുണ്ടായിരുന്നു. ഞാൻ 92 ലിവേനിൽ പോയി ധ്യാനം കൂടി ഒരു അരൂപിയിൽ നിറഞ്ഞു വന്നു. 2-3 വർഷക്കാലം ബൈബിൾ പ്രസംഗിച്ച് നടന്നു. കുടുംബ പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു, പള്ളിയിൽ പ്രാർത്ഥന നടത്തുമായിരുന്നു, പള്ളിയിലെ വലിയ ആളായിരുന്നു. പിന്നെ ലൗകിക ജീവിതത്തിലേക്ക് വിധപൂണ്ട് ഇതിലേക്ക് കടന്നപ്പോൾ ദൈവത്തെ മറന്നുപോയി. ആ രീതിയിൽ ജീവിച്ചു. അങ്ങനെ 2002 വരെ ഞാൻ അടിപൊളിയായി ജീവിച്ചു. വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്തുപ്രഭാതത്തിൽ പൊട്ടി. ഞാൻ 0 ആയി, പൈസയിൽ സാമ്പത്തികത്തിൽ 0 ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിലേക്ക് വിട്ടു. ഞാൻ 3 വർഷം, ഞാനിപ്പം ഗൾഫിൽ നിന്ന് ഇവിടെ വന്നിട്ട് 13 ദിവസമായതേ ഉള്ളൂ. കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച 3 വർഷം ഗൾഫിൽ നിന്നും ഒന്നും ഉണ്ടാക്കിയില്ല. ലാസ്റ്റ് വിസ പ്രോബ്ലത്തിൽ പോലീസിനെ പിടിച്ചു. ഞാൻ 3 മാസം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്നാണ് ഇവിടെ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് അവിടെ നിന്നുണ്ടായിരുന്നു എൻ്റെ തെറ്റുകൾ പ്രതിഫലമായിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ ശിക്ഷയെല്ലാം. ഞാൻ 1 രൂപ സമ്പാദിച്ചിട്ടില്ല. എൻ്റെ ജീവിതം പോയി. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. ഇതെല്ലാം മറന്നുകൊണ്ട് ഞാൻ ജീവിച്ചു. ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്കുണ്ട് എവിടെയെങ്കിലും പോയി വചനം കേൾക്കണം. വചനം കേട്ടില്ലേലും ഏതെങ്കിലും ഒരാളുമായിട്ട് ഷെയർ വെക്കണം, പങ്കുവയ്ക്കണം, എൻ്റെ ദുഃഖങ്ങൾ പറയണം, തുറന്ന് സംസാരിക്കണം, പൊട്ടി കരയണം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വൈഫാണ് ആദ്യമേ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞു, ബെനിച്ചായ, എൻ്റെ പേര് ബെനിച്ചായ, ധ്യാനം കൂടണം. ധ്യാനം കൂടി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എടുത്താൽ മതി. എന്ത് ബിസിനസ്സോ എന്ത് കാര്യത്തിനോ എന്തിനു വേണേലും. കാരണം എൻ്റെ അടുത്ത് ഒരു ഉറുപ്പില്ല, 1 രൂപയില്ല. ബിസിനസ്സിനായാലും എന്തിനായാലും പൊട്ടി തകർന്നിരിക്കുന്നു. കടബാധ്യതകൾ പോയപ്പോൾ ഉള്ളതിനേക്കാൾ കടബാധ്യതകൾ ഇപ്പോൾ എനിക്കുണ്ട്. ചെല്ലുമ്പോൾ ഇന്ന് നാളെ തിരിച്ചു ചെല്ലുമ്പോൾ ചിലപ്പോൾ ബാങ്ക് നോട്ടീസ് ആയിരിക്കാം. അതെല്ലാം ദൈവത്തിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. എനിക്ക് പ്രശ്നമല്ല. ഞാൻ ചോദ്യചിഹ്നമായി വന്നത് ജീവിതം എന്തെന്ന് ചോദ്യചിഹ്നമായി വന്നപ്പോൾ ഇവിടെ ഞാൻ കൗൺസിലിങ്ങിന് സഹോദരന്മാരുടെ അടുത്ത് പോയി കൗൺസിലിംഗ് നടത്തി. ഒരു കുമ്പസാരം നടത്തിയപ്പോഴും എനിക്ക് എൻ്റെ പാവങ്ങൾ വിട്ടുമാറിയിട്ടില്ല. വീണ്ടും ഞാൻ ഇവിടെ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ പാവബോധം വീണ്ടും ഉണ്ടായി. ഞാൻ അന്ന് കുർബാന സ്വീകരിച്ചു. രണ്ടാമത് പോയി പാവബോധത്തിന് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛോ, ഞാൻ വീണ്ടും ഒരു തെറ്റ് ചെയ്തു. ഞാൻ പൂർണ്ണമായി കുമ്പസാരിക്കാതെ ഞാൻ കുർബാന സ്വീകരിച്ചു, ഈശോയെ സ്വീകരിച്ചു. അത് തെറ്റായി തോന്നുന്നു, ക്ഷമിക്കണം, കർത്താവിനോട് പറയണം. വീണ്ടും ഞാൻ നല്ല കുമ്പസാരിച്ചു. അപ്പോൾ എൻ്റെ പാവങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറി. ഞാനിന്ന് ദൈവത്തിൻ്റെ പുത്രനായി എന്ന് എനിക്ക് തോന്നുന്നു. ആത്മാവ് എന്നെ ഈ നിമിഷങ്ങളിൽ, ഈ ആത്മാവിൻ്റെ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ എന്നിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു എന്നൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ദുശീലങ്ങൾ മോചിപ്പിച്ചുകൊണ്ട് എൻ്റെ കള്ളുകുടി, സിഗരറ്റ് വലി, ഞാൻ വരുമ്പോൾ താഴെ നിന്ന് സിഗരറ്റ് വലിക്കാൻ ലൈറ്ററില്ലായിരുന്നു. എൻ്റെ പോക്കറ്റിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കുക ചായക്കട എന്തുകൊണ്ട് താഴെ വീടോ, അവിടെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ, സിഗരറ്റ് ഉണ്ട്. ഇവിടെ വന്നു. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് ഞാൻ പെട്ടെന്ന് തീർക്കും. കാരണം എനിക്ക് സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തലയിൽ നിന്നും ചൂടാണ് വഹിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 3 വർഷം ഗൾഫിൽ കിടന്നു, 3 മാസം ഞാൻ ജയിലിൽ കിടന്നു. വന്നിട്ട് 2 ആഴ്ചയേ ഉള്ളൂ. എനിക്ക് 0 കുടുംബത്തിൽ. ആ അവസ്ഥ ഞാൻ ഇവിടെ വന്നു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സാമ്പത്തികമല്ല ഒരു പ്രശ്നം. ദൈവം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ബാക്കിയെല്ലാം നമുക്ക് ദൈവം തരും. ഇന്ന് ഞാൻ ശാരീരികമായ അസ്വസ്ഥതയുള്ളവനാണ്, രോഗങ്ങളുള്ള. എനിക്ക് വായിൽ തണുത്ത വെള്ളം കൊള്ളാൻ പാടില്ല. എനിക്ക് പല്ലുവേദനയാണ്. ജയിലിൽ കിടന്നപ്പോൾ തുടങ്ങിയതാണ്. 3 മാസം കഴിഞ്ഞു. അത് ഞാൻ കൂട്ടാക്കുന്നില്ല. ഒരു പ്രശ്നം, ശാരീരികമായ പ്രശ്നങ്ങൾ ഞാൻ കൂട്ടാക്കുന്നില്ല. മാനസികത്തിന്, എൻ്റെ മനസ്സിന് സ്വസ്ഥത വന്നു. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.